ആയി കൂട്ടുകാരെ, നമുക്കിന്ന് ഡയറി എഴുതിയാലോ? ബാരിഷ് കെ ബാദ് എന്ന പാഠത്തിന്റെ ഗുഡ്ഡു की ഡയറിയാണ്. നോക്കൂ, भाग दौड़ में गुड्डू फिसला और जाकर कीचड़ में दम से गिर गया. घर आकर भी गुड्डू हंसता रहा. वह यादों में खो गया. അതായത് അങ്ങനെ ചെളിയിൽ വീണ് മുഴുവനും ചെളിയായി ഗുഡ്ഡുവും ഗുഡലിയും ചിരിച്ചു. വീട്ടിലെത്തിയിട്ടും ആ ചിരി നിർത്താൻ പറ്റിയില്ല, ചിരിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഓർമ്മയിൽ അങ്ങനെ അവൻ മുഴുകിയിരുന്നു. ആ സമയത്താണ് അവൻ ഡയറി എഴുതിയത്. ഡയറിമേൻ എന്തൊക്കെയാണ് വേണ്ടതെന്നത്. താരിഖ് ലിഖാഹേ, താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്. മുഖ്യ ഘടനാവോങ്ക ഉല്ലേഖ് കിയാഹേ, മുഖ്യമായ ആ സംഭവത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടാകണം. അപ്പന വിചാർ പ്രകട് കിയാഹേ, തൻ്റെ അഭിപ്രായം എഴുതിയിട്ടുണ്ടാകണം. ആത്മനിഷ്ഠ ശൈലിക്ക പ്രയോഗ ഹുവാഹേ, അതായത് ഡയറിയുടെ ഒരു ശൈലി ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് എഴുതുന്നത്? ഡയറി എഴുതുന്ന ലേഖനം എഴുതുന്നത് പോലെ, റിപ്പോർട്ട് എഴുതുന്നത് പോലെയൊന്നും അല്ല. ഡയറിയിൽ നീട്ടിപ്പിടിച്ച് എല്ലാം കൂടി ഒന്നും എഴുതണ്ട, മെയിൻ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. അങ്ങനെയാണ് ഡയറി എഴുതുന്നത്. ഞാൻ ഇന്ന് സ്കൂളിൽ പോയി, രാവിലെ 9 മണിക്ക് സ്കൂളിൽ പോയി, കൂട്ടുകാരുടെ കൂടെ സ്കൂളിൽ പോയി, അങ്ങനെയൊന്നും എഴുതണ്ട. ഞാൻ സ്കൂളിൽ പോയി എന്ന് മാത്രം എഴുതിയാൽ മതി. നമുക്ക് ഡയറി ഒന്ന് നോക്കിയാലോ. 24 സിതംബർ 2025, അതായത് 24 സെപ്റ്റംബർ 2025 ബുധവാർ. ബുധവാർ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച. ഇപ്പൊ ഡേറ്റ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? 24 സിതംബർ 2025. സെപ്റ്റംബറിന് പറയുന്നത് സിതംബറാണ്. ആജ് ഖുഷി കാ ദിൻ ഥാ, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. ഗുഡലി കെ സാത്ത് പത്തേക്ക് നാവ് ബൻകർ ഖേൽനെ ലഗാത, ഗുഡലിയുടെ കൂടെ പത്തയുടെ നാവുണ്ടാക്കി കളിക്കുകയായിരുന്നു. നാവുമേ മേട്ടക്ക് കീട കേഞ്ചുവ और ചീണ്ട ആദി സവാരിയോं को बिठाकर പാനി में छोड़ दी. ഈ 4 സവാരി യാത്രക്കാരെ ഇരുത്തി പാനിയിലേക്ക് വിട്ടു. यात्रा के बीच में मेंढक छलांग करने से नाव पलट गई. യാത്രയുടെ ഇടയിൽ മേണ്ടക്ക് ചാടിയത് കൊണ്ട് നാവ് എന്തായി? ചരിഞ്ഞുപോയി. സവാരിയോങ്കോ രക്ഷാക്കി. ആ സമയത്ത് ഇവരെന്ത് ചെയ്തു? ഇവൻ എന്താ ചെയ്തത്? സവാരിയോങ്കോ രക്ഷാക്കി, യാത്രക്കാരെ രക്ഷിച്ചു. അതെങ്ങനെയാ രക്ഷിച്ചതെന്നൊന്നും അവിടെ പറയുന്നില്ല. അവരെ രക്ഷിച്ചു, അത്രയും പറഞ്ഞാൽ മതി. चांदनी पेड़ को जोर से खिलाकर गुडली के ऊपर सारा पानी गिराया. അതായത് ചാന്ദിനി പേടിനെ, നങ്ക്യാർവട്ട ആ പേടിനെ വളരെ ശക്തിയോടുകൂടി കുലുക്കിയിട്ട് ഗുഡലിയുടെ പുറത്ത് മുഴുവൻ വെള്ളവും ഗിരായ, വീഴ്ത്തി. ഇത് ദേക്ക് കർ മുജേ ഹസായ, ഇത് കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. ഭാഗ് ദൗഡത്തെ മേരാ പയർ ഫിസല, അങ്ങനെ ഞാൻ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് എൻ്റെ കാല് വഴുക്കി. അവർ കീച്ചട് മേങ്കിര, ചെളിയിൽ വീണു. ഇത് കണ്ടിട്ട് എന്തായി? ഗുഡലി ഹസ്രഗീതി, ഗുഡലി ചിരിക്കുന്നുണ്ട്. ഓർമ്മയും ഭീ, ഞാനും ചിരിച്ചു. ഞാനും ആജിക്കാദിൻ മേ കൈസേ പൂലും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ഇത് സിമ്പിളാ. പാഠഭാഗത്തെ ആസ്വാദമാക്കി, അതായത് നിങ്ങൾ കുറേ പ്രാവശ്യം പാഠം വായിക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും. പാഠത്തിലെ സെന്റൻസുകളാണ്. ഇങ്ങനെ എഴുതിയാൽ മതി. കുറേ കയ്യിൽ നിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസ് പറഞ്ഞു തന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.